മോക്കെന്താ ശ്രീധരൻ കൊടുത്തേ? ഇതുവരെ ഒരു വകയും തന്നിട്ടില്ല ഉമ്മ. പക്ഷേ എന്തെങ്കിലുമൊക്കെ തരും. ഹവീൽദാരുടെ ഓഹരിയിൽ ഒരു ഭാഗത്തായി ഇവര് താമസിക്കുന്നത്, ബാക്കി ഞാനും എൻ്റെ മരുമകളും മോനും കൂടെ താമസിക്കുന്നത്. പിന്നെ മാവേലിത്തറയിൽ ഒരു 10-20 സെന്റ് സ്ഥലമുണ്ട്, നല്ല വില കിട്ടുന്ന സ്ഥലം. അതില് 10 സെന്റ് മോക്കും കൊടുക്കണം, 10 സെന്റ് മോനും കൊടുക്കണം എന്നാ വിചാരിക്കുന്നത്. ഇവിടെ എടുത്തി വന്നു 10ന്റെ പൈസ ഇല്ലാതെ. എന്റെ അമ്മോ, എന്തിനാ അങ്ങനെ പുഴുത്ത കള്ളം പറയുന്നത്? എന്റെ വാപ്പ 45 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, നല്ല കണ്ണായ സ്ഥലത്ത് എഴുതി തന്നതാ. ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അത് വിറ്റു. എന്നിട്ട് ഇവിടുത്തെ മോക്കടെ സ്ഥലം ഉണ്ടല്ലോ, 14 സെന്റ് സ്ഥലം ഓണം കയറാൻ മൂലയാണ്, അത് എന്റെ പേരിൽ എഴുതി വെച്ചു. ഓണം കയറാൻ മൂല സ്ഥലത്തിന് എന്താ കുഴപ്പം? 10 തെങ്ങുണ്ടോ, 5-6 പ്ലാവുണ്ടോ? ഓ, അതൊക്കെ ഉമ്മ അങ്ങ് തിന്നോ. കണ്ടോ കണ്ടോ അവിടെ വർത്താനം കണ്ടോ, അടിക്കണ അവളെ. അവളും കൂടെ ചിന്തിക്കണ്ടേ കുടുംബത്തെ ആൾക്കാർ വന്നേക്കുന്നത്? ഈ മാതിരി വർത്താനം പറഞ്ഞ എങ്ങനെ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഞാൻ പോകട്ടെ. കാലില് കൊണ്ടാ സാരമില്ല, നിങ്ങളൊന്ന് അടങ്ങി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കേ. എന്ത് ചെയ്യാനാണെന്നേ? അല്ല, ഈ കുടുംബം എന്ന് പറയുന്നതേ സുഖവും ദുഃഖവും കൂടെ ഇടകലർന്നതാണ്. ഈ സുഖം വരുമ്പോൾ അങ്ങോട്ട് തുള്ളിച്ചാടാനും ദുഃഖം വരുമ്പോൾ തമ്മിലടിക്കാനും അല്ല പഠിക്കേണ്ടത്. നിന്റെ കൂടെ ഞാൻ ഈ പറയുന്നത്. എൻ്റെ വീട്ടിലൊരു മരുമോളുണ്ട്. എൻ്റെ മരുമോൾ ചില സമയത്ത് പറയുന്ന വാക്കുകളോട് ചവിട്ടാൻ തോന്നും. ഞാനൊക്കെ അങ്ങ് ക്ഷമിക്കും, എങ്കിലല്ലേ കുടുംബം മുമ്പോട്ട് പോകൂ. പ്രായമായവർ വേണ്ടേ ക്ഷമിക്കാനുള്ളത്? അതുകൊണ്ട് എന്താ, ഞാൻ ക്ഷമിക്കുമെന്നിട്ട് അവർക്ക് ചിലപ്പോൾ പശ്ചാത്താപം തോന്നും, അറിയാമോ? അതെ, നിന്നോടും കൂടെ പറയുക, ഇത് പെറ്റ തള്ളയാണെന്ന് വിചാരിക്കണം, അമ്മായിയമ്മയല്ല. മനസ്സിലായ? നിന്റെ കെട്ടിയോന് സമാധാനം കൊടുക്കണ്ടേ? അത് നീ വേണം ചിന്തിക്കാനുള്ളത്, കേട്ടാ? അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അനുസരിക്കും. ഇണങ്ങാതെ നമുക്ക് കുടുംബം മുമ്പോട്ട് പോണ്ടേ? രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. മനസ്സിലായ? അനുസരിക്കോ? നിന്റെ അടുത്തും കൂടെ പറയുന്നത്, നീ വേണം ക്ഷമിക്കാൻ. കൂടുതലും പ്രായമായവരാണ് അവര്, കേട്ടാ? അവളോട് പറ, അവളുടെ ഉമ്മയെ പോലെ എന്നെ കാണണം. ഓ, പറയുന്നത് കേട്ടാ? നീ നിന്റെ പെറ്റ തള്ളയെ പോലെ കാണണം, കേട്ടാ? സ്വന്തം മോളെ കരയണ്ട കരയണ്ട. എന്നാലേ സത്യമാണല്ലോ. നടി മഴ വയലുണ്ട്. ഉമ്മാക്ക് കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് കൊടുക്കും. കളർ വെള്ളം തന്നെ എടുത്തോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് വിചാരിച്ച് കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു. നല്ല കട വേണ്ടേ? എന്റെ ചെറിയ ഒരിതാണ് ഇത്. ഉമ്മയുടെ കൈ ഞങ്ങൾ വരാം, കേട്ടാ? വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അതാ. ഇനിയും വരണ്ടേ മക്കളെ? ഞങ്ങൾ പോയിട്ട് വരാം, കേട്ടാ? പിന്നെ ഈ അമ്മായിയും മരുമോളും ആകുമ്പോഴേ ചില കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഞാൻ ഉമ്മടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടാ? വിഷമിക്കണ്ട. അമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം ഒന്ന് ശാന്തമാക്കി കൊടുക്കണം, കേട്ടോ? അത് ശരിയാടാ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം, കേട്ടാ? കളിയാക്കിയതാണ്. ചുമ്മാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. അവളിപ്പോ ഒരു 3 ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാൻ പോയത്. അയ്യോ, ഞങ്ങൾ ഇറങ്ങിന്ന് പറയാ. ഷാഹിദ, എന്താണ് നിനക്ക് വല്ലതും പറ്റിയ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. നിങ്ങൾ ഉമ്മാക്ക് വെള്ളം കൊടുത്തതാ. ഇത്രയും സൗണ്ടില്ല. അത് ഇവർക്കൊക്കെ കുപ്പി ഗ്ലാസ്സിലാണ് വെള്ളം കൊടുത്ത്. ഉമ്മാക്ക് സ്റ്റീൽ ഗ്ലാസ്സിലായിരുന്നു. ഇവർക്ക് കുപ്പി ഗ്ലാസ് കൊടുത്തു എന്ന് പറഞ്ഞോണ്ട് ആ ഗ്ലാസ് എടുത്ത് ഒറ്റ. അപ്പൊ രണ്ടാമതൊരു ശബ്ദം കേട്ടതാ. അപ്പൊ എന്റെ കയ്യിലുള്ള പാത്രം എടുത്ത് ഞാനും ഒറ്റ ഓറ് വെച്ചു കൊടുത്തു. അമ്മ, പിന്നെ നമുക്കങ്ങ് പോയാലോ? ഞങ്ങള് പോവാ.